അവസാനഘട്ട തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണത്തിന് ഇന്ന് കൊട്ടിക്കലാശം. 8 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 57 മണ്ഡലങ്ങളിലാണ് മറ്റന്നാൾ വോട്ടെടുപ്പ്. പഞ്ചാബിലെയും ഹിമാചലിലെയും മുഴുവൻ മണ്ഡലങ്ങളും മറ്റന്നാൾ പോളിംഗ് ബൂത്തിലെത്തും. ജൂൺ 4-നാണ് രാജ്യം കാത്തിരിക്കുന്ന വോട്ടെണ്ണൽ നടക്കുക. നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. നിതിൻ, ഇന്ന് പരസ്യപ്രചാരണത്തിന്റെ അവസാനഘട്ട പോളിംഗ് എങ്ങനെയൊക്കെയാണ് പുരോഗമിക്കുന്നത്? പ്രചാരണം എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വേണു, മാർച്ച് 17-നാണ് രാജ്യത്ത് ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും അവസാന ഘട്ടവും ഏഴാം ഘട്ട തെരഞ്ഞെടുപ്പ് അത് ജൂൺ 1-ന് നടക്കാൻ പോകുന്നു. ഇതിന്റെ ഭാഗമായി തന്നെ ഇന്നിപ്പോൾ അവസാനഘട്ട പ്രചരണത്തിന്റെ മണിക്കൂറുകളാണ്. ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പഞ്ചാബിലാണ് ഈ അവസാനഘട്ട പ്രചരണത്തിനായി രംഗത്തുള്ളത്. പഞ്ചാബിലെ രാഷ്ട്രീയ സാഹചര്യം നമുക്കറിയാം. പഞ്ചാബിൽ ഒരുപക്ഷെ BJP ഏറ്റവും കൂടുതൽ തിരിച്ചടി പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ തിരിച്ചടി ഉണ്ടാകുമെന്ന് സംശയിക്കുന്ന ഒരു സംസ്ഥാനമാണ് പഞ്ചാബ്. അതോടൊപ്പം തന്നെ പഞ്ചാബിലെ ഇന്ന് JP നദ്ദ, BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദയും പ്രചരണത്തിന് ഇറങ്ങുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 57 ലോക്സഭാ മണ്ഡലങ്ങളാണ് മറ്റന്നാൾ ജനവിധി തേടുന്നത്. അതിൽ 57-ൽ പ്രധാനമന്ത്രി മത്സരിക്കുന്ന വാരണാസിയും അതോടൊപ്പം തന്നെ BJP ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന ഉത്തർപ്രദേശിലെ പൂർവാഞ്ചൽ മേഖല, കൂടാതെ ബംഗാളിലാണെങ്കിൽ 9 ലോക്സഭാ മണ്ഡലങ്ങൾ. അതിൽ തന്നെ സന്ദേശ് കാലി കഴിഞ്ഞ കാലങ്ങളിലടക്കം ഈ തൃണമൂൽ കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ തിരിച്ചടി ഉണ്ടായ ഒരു മേഖലയാണ് സന്ദേശ് കാലി അടക്കമുള്ള വിഷയങ്ങൾ. ഇതടക്കം ചർച്ച ചെയ്ത ബാസിർഹട്ട് മണ്ഡലങ്ങളും ഇത്തരത്തിൽ വോട്ടെടുപ്പിന് പോകുന്നു. കഴിഞ്ഞ 2019-ൽ തൃണമൂൽ കോൺഗ്രസിന് ഒപ്പം നിന്ന 9 ലോക്സഭാ മണ്ഡലങ്ങളാണ് ഇനിയിപ്പോൾ ബംഗാളിൽ വോട്ടെടുപ്പിന് പോകുന്നത്. ഉത്തർപ്രദേശിലാണെങ്കിൽ BJPക്ക് ഒപ്പം നിന്ന പൂർവാഞ്ചൽ മേഖല, പ്രതിപക്ഷം ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വയ്ക്കുന്ന പഞ്ചാബിലെ 13 ലോക്സഭാ മണ്ഡലം ഉൾപ്പെടെ 57 ലോക്സഭാ മണ്ഡലങ്ങളാണ് മറ്റന്നാൾ ജനവിധിക്ക് പോകുന്നത്. അതിന്റെ ഭാഗമായുള്ള ശക്തമായ രാഷ്ട്രീയ പ്രചരണമാണ് ഇന്നിപ്പോൾ നടക്കാൻ പോകുന്നത്. ഇതിൽ ഇന്ന് രാഹുൽ ഗാന്ധി പഞ്ചാബ്, ഒഡീഷ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രിയങ്ക ഗാന്ധിയും ഇത്തരത്തിൽ പഞ്ചാബ്, ഒഡീഷ കൂടാതെ ഹിമാചൽ പ്രദേശിലും ഇത്തരത്തിൽ പ്രചരണവുമായി ഇന്ന് രംഗത്തുണ്ട്. അവസാനഘട്ട മണിക്കൂറുകളിൽ ശക്തമായ പ്രചരണമായി മുന്നോട്ട് പോകാനാണ് തീരുമാനം. അതോടൊപ്പം തന്നെ നരേന്ദ്രമോദി ഇന്ന് വൈകിട്ട് കന്യാകുമാരിയിലുള്ള സന്ദർശനവും എല്ലാം തന്നെ പ്രതിപക്ഷം ആയുധമാക്കുന്നുണ്ട്. മാത്രമല്ല മാധ്യമങ്ങൾ അത് തത്സമയം ടെലികാസ്റ്റ് ചെയ്യുന്നത് വിട്ടുനിൽക്കണമെന്ന ആവശ്യമാണ് പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്നത്. അത്തരത്തിൽ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ തന്നെ മുന്നോട്ട് പോകുന്നു. ഇന്ന് അവസാനവട്ട പ്രചരണം മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ശക്തമായ രാഷ്ട്രീയം മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ പ്രചരണമായി മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികളെല്ലാം തന്നെ ആലോചിക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെ ഇന്നിപ്പോൾ മല്ലികാർജ്ജുൻ ഖാർഗെ 1 മണിക്ക് വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. എന്തായാലും ഇന്നിപ്പോൾ പ്രധാനമന്ത്രിയുടെ പഞ്ചാബിലെ റാലി, അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയുടെ ഒഡീഷ അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ റാലി തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ പരസ്യപ്രചരണത്തിന്റെ അവസാന മണിക്കൂറിൽ നടക്കാനിരിക്കുന്നത്. 50 ലോക്സഭാ മണ്ഡലങ്ങൾ മറ്റന്നാൾ പോളിംഗ് ബൂത്തിലെത്തും. ജൂൺ 4-നാണ് ജനവിധി. സ്വാഭാവികമായിട്ടും കഴിഞ്ഞ 6 ഘട്ട തെരഞ്ഞെടുപ്പിൽ ഈ പോളിംഗ് ശതമാനം കുറഞ്ഞത് ഇരു പാർട്ടികൾക്കും, പ്രത്യേകിച്ചും ഭരണപക്ഷത്തും അതോടൊപ്പം തന്നെ പ്രതിപക്ഷത്തും വലിയ ചങ്കിടിപ്പ് ഉണ്ടാക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഈ 7ാം ഘട്ട വോട്ടെടുപ്പിൽ എത്രത്തോളം ഈ വോട്ടിംഗ് ശതമാനം ഉണ്ടാവും എന്നുള്ള ഒരു കാര്യവും ഇപ്പോൾ വലിയ ആശങ്കയിൽ തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികളും അതോടൊപ്പം തന്നെ ഭരണപക്ഷവും ഇപ്പോൾ ആലോചിക്കുന്നത്. പ്രത്യേകിച്ചും ഉഷ്ണതരംഗമെല്ലാം തന്നെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അത് വോട്ടെടുപ്പിനെ അടക്കം ബാധിക്കുമോ എന്ന ആശങ്ക ഭരണപക്ഷത്തിനും അതോടൊപ്പം തന്നെ പ്രതിപക്ഷത്തിനും നിലനിൽക്കുന്നുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ ഇന്ന് പരസ്യ പ്രചരണം അവസാനിക്കാൻ പോകുന്നത്. വേണു, നിതിൻ അംബുജനാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങളുമായി ചേർന്നത്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.